വൻ വിജയത്തിന് പിന്നാലെ UDFന്റെ ഘടകകക്ഷികളിലും മന്ത്രിമാർ ആരൊക്കെ എന്നതിൽ ചർച്ച സജീവമാണ്. മന്ത്രിമാരെ നിർണ്ണയിക്കുന്നതിൽ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പിക്കാൻ നേതൃത്വം തീരുമാനിച്ചു. ഒന്നിൽ കൂടുതൽ മന്ത്രിമാർ വേണമെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യം. 5 മന്ത്രിസ്ഥാനം നൽകുമെന്ന് മുസ്ലിം ലീഗിന് കോൺഗ്രസ് ഉറപ്പ് നൽകിയതാണ് വിവരം. പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പിക്കാൻ മലപ്പുറത്തുനിന്ന് മന്ത്രിമാരുടെ എണ്ണം 2ആയി ചുരുക്കും. കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ് ജില്ലകൾക്ക് പ്രാതിനിധ്യം നൽകും. പാലക്കാട് N ശംസുദ്ദീൻ, KM ഷാജിയെ മന്ത്രിയാക്കുന്നതിലൂടെ വയനാട് പ്രാതിനിധ്യം ഉറപ്പാക്കാനാകും. കോഴിക്കോടിന് പാറക്കൽ അബ്ദുള്ള, കാസർഗോഡിന് കലക്ടർ മാഹിനാജി അല്ലെങ്കിൽ AK അഷ്റഫ് എന്നിങ്ങനെയാകും പരിഗണന. പാർട്ടി നേതൃത്വം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതിയും ഉത്തരവാദിത്തപ്പെട്ട ബഹുമാന്യരായ നേതാക്കന്മാരും ഇരുന്ന് ആലോചിച്ച് എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും മുന്നണിയുമായി സംസാരിക്കും. മുന്നണി നേതൃത്വമായി, കോൺഗ്രസിന്റെ നേതൃത്വമായി സംസാരിക്കും. അതൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. മന്ത്രിയാവുക എന്നൊക്കെ പറയുന്നത് ഏത് രാഷ്ട്രീയ പ്രവർത്തനെ സംബന്ധിച്ചിടത്തോളം അത് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത്, പാണക്കാട് തങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത്, അത് തന്നെയാണ് പ്രധാനം. ഒന്നിൽ കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്ന അവകാശവാദവുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇന്ന് രംഗത്ത് വന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ച ചെയ്ത ഏക പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടി. 2 സീറ്റ് നമ്മൾ വിട്ടുകൊടുത്തു, 1 സീറ്റ് എക്സ്ചേഞ്ച് ചെയ്തു. വിട്ടുകൊടുത്ത 2 സീറ്റും എക്സ്ചേഞ്ച് ചെയ്ത തൃക്കരിപ്പൂരും 3 സീറ്റും ജയിച്ചു. അപ്പം തത്വത്തിൽ 10 സീറ്റ് ഉണ്ട് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ തീർച്ചയായിട്ടും ആ ഒരു പരിഗണന ഉണ്ടാവും എന്നുള്ളതാണ് പാർട്ടിയുടെ പ്രതീക്ഷ. RSP പാർലമെന്ററി പാർട്ടി നേതാവായി ഷിബു ബേബി ജോണിനെ തെരഞ്ഞെടുത്തു. അർഹമായ പരിഗണന ലഭിക്കുമെന്ന് ഷിബു ബേബി ജോൺ. നമ്മൾ പ്രായോഗിക തലത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. മറ്റേ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാകുന്ന അവകാശവാദങ്ങളൊന്നുമായി ഞങ്ങൾ പോകത്തില്ല. 102 MLA ഐക്യജനാധിപത്യ മുന്നണിക്കുള്ളപ്പോൾ RSPക്ക് 4 MLA-മാരാണുള്ളത്. അന്നേരം അതിൻ്റെ പ്രായോഗിക തലത്തിൽ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാകുന്ന അവകാശവാദങ്ങൾ പാർട്ടി മുന്നോട്ട് വെക്കില്ല. അതേസമയം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിൽ RMPയിൽ ആലോചിച്ച് തീരുമാനമെന്ന് KK രമ പ്രതികരിച്ചു. പാർട്ടി ഉചിതമായ സമയത്ത് തീരുമാനിക്കും. ഒഫീഷ്യലായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഇതിനിടെ PV അൻവർ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ബേപ്പൂരിൽ മുസ്ലിം ലീഗ് കാലുവാരി എന്നത് വ്യാജ വാർത്തയെന്ന് PV അൻവർ പറഞ്ഞു. പിന്നെ ഈ പറയുന്ന രാമനാട്ടുകരയിലും ഫറൂഖിലൊക്കെ വോട്ടിൽ വലിയ ഇടിച്ചിലുണ്ടായിട്ടുണ്ട്. അത് ലീഡർഷിപ്പ് പരിശോധിക്കുമല്ലോ, അതെങ്ങനെയാണ് പോയെന്നില്ലേ. അതിലൊക്കെ ഇപ്പോൾ ഒരിക്കലും അത് പറയാൻ പറ്റില്ല. ലീഗ് പ്രവർത്തകരാണ് അങ്ങേയറ്റം പോരാട്ടത്തിന് എൻ്റെ ഇടതും വലതും രാപ്പകലില്ലാന്ന്. ലീഗ് വോട്ട് മറിച്ചതെന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.